മലപ്പുറത്തെ പോക്സോ കേസ് ഇര എടവണ്ണപ്പാറ സ്വദേശിനിയുടെ ദുരൂഹ മരണം കഴിഞ്ഞ് 2 വർഷം പിന്നിടുമ്പോഴും അതിന്റെ കാരണത്തെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയായിട്ടില്ല. 2024 ഫെബ്രുവരി 19-നായിരുന്നു എടവണ്ണപ്പാറ സ്വദേശിനിയായ 17-കാരിയെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ച കരാട്ടെ അധ്യാപകനെതിരെ മൊഴി നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അന്വേഷിച്ച പോലീസും ക്രൈംബ്രാഞ്ചും ഇത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലെത്തിയപ്പോൾ 17-കാരിയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കുടുംബം. കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇവർ. ആരെയോ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചും എന്ന് ഇവർ ആരോപിക്കുന്നു. ആരോപണ വിധേയനായ പോക്സോ കേസിലെ പ്രതിയായ കരാട്ടെ അധ്യാപകൻ ബി സിദ്ദീഖ് അലി ഇപ്പോഴും റിമാൻഡിലാണ്. പോക്സോ കേസിലെ വിചാരണ തുടരുന്നു. 2 വർഷത്തിനിപ്പുറം കുടുംബം ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രം: മകൾക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ പ്രതിനിധി CB അനുമോദ് ആ കുടുംബത്തെ കണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2024 ഫെബ്രുവരി 19 ചാലിയാറിൽ ഒരു 17-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മിടുക്കിയായിരുന്നു അവൾ. കരാട്ടെ അധ്യാപകൻ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന പരാതി ആ അധ്യാപകനെതിരെ പോലീസുകാർക്ക് പോലീസ് സ്റ്റേഷനിലെത്തി എഴുതി കൈമാറിയതായിരുന്നു അവൾ. ആ പരാതിയിൽ വിശദമായ മൊഴി നൽകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അവളുടെ മരണമുണ്ടായത്. കേസ് അന്വേഷിച്ച പോലീസ് ഇതൊരു ആത്മഹത്യയാണെന്ന് വിധി എഴുതി. കുടുംബം അത് കൊലപാതകമാണെന്ന് സംശയം രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. പക്ഷേ ഇപ്പോഴും ഈ കേസിൽ നീതി ലഭിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. ഈ പെൺകുട്ടിയെ അതിക്രമം നടത്തിയയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. പോക്സോ കേസിൽ അയാൾക്കെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടിയുടേത് ആത്മഹത്യയാണെന്ന വിലയിരുത്തലാണ് നിയമ സംവിധാനങ്ങളുള്ളത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നാണ് കുടുംബം പറയുന്നത്. നമ്മോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളാണ് ചേരുന്നത്. എന്തുകൊണ്ടാണ് ഇത് ആത്മഹത്യയല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയാൻ കാരണം? ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അവൾ അത്തരത്തിലുള്ളൊരു കുട്ടിയും ആയിരുന്നില്ല. കരാത്തെ അധ്യാപകനെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം അയാൾക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഇങ്ങനെയൊരു മരണം സംഭവിക്കുന്നത്. അത് കൊലപാതകമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിൽ ആദ്യഘട്ടം മുതൽ ഇതൊരു ആത്മഹത്യയാക്കാൻ പലരും ശ്രമിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? മരണം നടന്ന ഉടൻ തന്നെ ഒരുപാട് ദുരൂഹതകൾ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ, അതായത് അന്നേ ദിവസം എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു ആത്മഹത്യയാണെന്നുള്ള പ്രചാരണം പല ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു. പോലീസും ഒന്നിനും കാത്തു നിൽക്കാതെ, ഒരു റിപ്പോർട്ടുകൾക്കും കാത്തു നിൽക്കാതെ, ഒരു അന്വേഷണവും നടത്താതെ ഇതൊരു ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോകുന്ന രീതിയിലായിരുന്നു നമ്മൾ കണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ സംശയമുള്ളതായിട്ട് തോന്നുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയൊരു പരാതി കൊടുത്തിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ധൈര്യപൂർവ്വം നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കുട്ടിയെ വൈകുന്നേരം 6:30 പെട്ടെന്ന് വീട്ടിൽ നിന്ന് കാണാതാവുന്നത്. കേസ് കൊടുക്കാൻ വേണ്ടി, അതായത് FIR ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണെന്നും കൂടി ഓർക്കണം. അങ്ങനെ പിന്നെ 7:45 നമ്മൾ ഈ കുട്ടിയെ ചാലിയാർ പുഴയിലെ മുട്ടുങ്ങൽ കടവിൽ നിന്ന് കണ്ടെത്തുമായിരുന്നു. ഈ കുട്ടീനെ കണ്ടെത്തുമ്പം അനിയത്തിയുടെ മേത്ത് വസ്ത്രമില്ലായിരുന്നു. കുപ്പായമില്ലാത്ത രീതിയിൽ അർദ്ധനഗ്നയായിട്ടായിരുന്നു കുട്ടീനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ മരിച്ചു കിടക്കുന്ന കടവിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു. അതായത് ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ വെള്ളമില്ലാത്ത, അത്രയും വെള്ളം കുറവുള്ള ഒരു സ്ഥലത്താണ് കുട്ടി മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കുട്ടി മരിച്ച് കരക്കടിഞ്ഞ് പൊങ്ങുക എന്നുള്ളത് അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും ഇപ്പം വെള്ളത്തിൽ പോയി മരിക്കുന്ന ഒരു മനുഷ്യൻ പോലും എപ്പോഴാണ് കരക്കടിയുന്നത്, എപ്പോഴാണ് പൊങ്ങുന്നതെന്നൊക്കെ സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കറിയാം. പക്ഷേ 6:30 കാണാതായ കുട്ടിയെ നമ്മൾ കാണുന്നത് ചാലിയാർ പുഴയുടെ മുട്ടുങ്ങൽ കടവിൽ കിടക്കുന്നതാണ്. കടവിലാണ്, ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലത്ത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ കൈ രണ്ടും മുന്നോട്ടേക്ക് വെച്ചിട്ട് കെട്ടിയിട്ട് കെട്ടൂരിയ രീതിയിലായിരുന്നു. പിന്നെ
ഏതൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തട്ടിപ്പടക്കാനുള്ള ശ്രമമെങ്കിലും അവിടെ നടത്തും. പക്ഷേ കുട്ടിയുടെ 2 കാലിലെ ക്രോക്സ് ചെരുപ്പും അഴിയാതെ കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ എല്ലാ ഘട്ടത്തിലും ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് തുടക്കം മുതലേ ഞങ്ങൾ ഉറച്ചു പറഞ്ഞതാണ്. ഇതൊന്നും കൂടാതെ തന്നെ കുട്ടി ആ ദിവസത്തിൽ കുട്ടി കടവിലേക്ക് പോകുന്നതും ഇവളെ ഏകദേശം അതേ സമയത്ത് തന്നെ അപരിചിതരായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുന്നതൊക്കെ കണ്ട ദൃക്സാക്ഷികൾ മൊഴി നൽകിയതാണ്. എന്നിട്ട് പോലും ആ വിഷയങ്ങളിലൊന്നും ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നില്ല എന്നുള്ളതാണ്. ഇത് ആത്മഹത്യയാക്കി തീർക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു പോയത്. നമ്മൾ 1-ാമത്തെ ദിവസം മുതൽ ഇതൊക്കെ പറഞ്ഞിട്ടും അതൊക്കെ തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. കുട്ടിയുടെ ശരീരത്തിൽ അക്രമത്തിനിരയായതിൻ്റെ പരിക്കുകൾ എന്തെങ്കിലും, അതായത് തലയ്ക്കടിയേറ്റതിൻ്റെ ബോധം പോകാൻ കാരണമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായതിൻ്റെ പരിക്കുകൾ എന്നുള്ളതായിട്ട് പ്രാഥമികമായിട്ട് കണ്ടെത്തിയിരുന്നു? ഉണ്ടായിരുന്നു. കുട്ടിയുടെ ശരീരത്തിൽ പലയിടത്തും മുറിവിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കുട്ടിയുടെ മൂർത്താവിൽ അടിയേറ്റ പാടുണ്ട്. ഇതൊന്നും ഇൻക്വസ്റ്റിലോ അല്ലെങ്കിൽ പിന്നെയുള്ള പോസ്റ്റ്മോർട്ടത്തിലോ പരിഗണിച്ചില്ല എന്നാണോ? അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കുട്ടി മരിക്കുമ്പോഴുള്ള നമ്മൾ കണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടത്തിൽ ഇതിൽ കുറേ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലെത്തുമ്പം അതിൽ കുറേ മിസ്സായിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലായിടത്തും ഇടപെടലുകൾ കൃത്യമായിട്ട് മോശം തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു എന്നുള്ളതാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇതിൽ മുങ്ങിമരണം എന്നാണ് കാണിക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീപോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അവിടെ? ഇതിൽ കൃത്യമായിട്ടുള്ള അപാകതകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ടുള്ള വേറെ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം കുട്ടി മുങ്ങി മരിച്ചതല്ല എന്നുള്ളത് കുട്ടിയെ വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റു പലതും അവിടെ സംഭവിച്ചിട്ടുണ്ട്. കുട്ടി സ്വയം വെള്ളത്തിൽ പോയതല്ല. കുട്ടി സ്വയം വെള്ളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ ചാടി മരിച്ചതല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം പോരായിക വന്നു എന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ചിനെ സമീപിച്ചു. അവരുടെ അന്വേഷണം തൃപ്തികരായോ? ഞങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ചു. ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ മുന്നോട്ട് പോക്ക്. നമ്മൾ എന്ത് പറയുമ്പോഴും ഒന്ന് അന്വേഷിക്കാമെന്ന് പോലും പറയുന്നതിന് പകരം ഒരു നിഗമനത്തിലേക്ക് എത്തുമെന്ന് പറയുന്നത് ഭയങ്കര വേദനയുള്ള കാര്യമായിരുന്നു. പിന്നീട് അന്വേഷിച്ച DYSP അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിലേക്ക് വിട്ടത്. പക്ഷെ അവരും പോലീസിനെ പോലെ തന്നെ മുൻവിധിയോടെ കൂടിയിട്ട് ഇത് അന്വേഷിച്ചിട്ട് ഇതിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തഴയുന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. അപ്പം ഞങ്ങൾ പല ഘട്ടത്തിലും അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട പല ആൾക്കാരെയും കണ്ടിട്ടും കത്തുകളായിട്ടും ഒക്കെ ഞങ്ങളുടെ പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഈ മുൻധാരണയോട് കൂടി, അതായത് ഇത്തരത്തിലൊരു പരാതി കൊടുത്ത ഒരു കുട്ടി ഇങ്ങനൊരു സാഹചര്യത്തിൽ മരിച്ചിട്ടും ആത്മഹത്യ ആക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെന്നും ഇതിന് പിറകിലുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോടതിയെ സമീപിച്ചില്ലേ അതിന് വേണ്ടിയിട്ട്? ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കേസിൻ്റെ ഈ പോക്സോ കേസിൽ പ്രതിയായ അയാളിപ്പോഴും റിമാൻഡിലാണ്. ആ കേസിൽ ഈ പോക്സോ പരാതിയിൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതിൽ അവർ പോക്സോ കുറ്റപത്രം കൊടുത്തിട്ടാണുള്ളത്. അതിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടും 2 കേസായിട്ടാണ് കോടതിയിൽ പോയത്. പിന്നെ ഒരുപാട് കേസുകൾ അനിയത്തിയുടെ മരണശേഷം അയാൾക്ക് വന്നതുകൊണ്ട് പിന്നീട് സുപ്രീം കോടതിയൊക്കെ അയാളുടെ ജാമ്യം തള്ളിയത്. അങ്ങനെ കുറെ സാഹചര്യങ്ങൾ കൊണ്ട് അയാളിപ്പോഴും അകത്ത് ജയിലിൽ ഉണ്ട്. കുടുംബത്തിന് ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത് ഇക്കാര്യത്തിലൊരു നീതി ലഭിക്കണം, അതിന് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്, സംശയങ്ങളുണ്ട്. 1-ാമത്തെ ദിവസം മുതൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയതെല്ലാം എന്തിനാണ് ഇത്രയും നിർബന്ധപൂർവം ഇതിനൊക്കെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു സത്യസന്ധമായ അന്വേഷണം മാത്രം ആവശ്യമുള്ളൊരു കേസായിരുന്നു. പക്ഷേ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ചില ആൾക്കാർ ഇതിലെന്തിനാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ധാരണയില്ല. സർക്കാരിന് നീതി കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ കോടതിയുടെ ഭാഗത്തുനിന്ന്?
നീതി കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ കൂടെ പിന്നെ നിയമ സംവിധാനവും സർക്കാരും ഒക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതിയുടെ മുമ്പിലാണ് ഇവരുടെ ഈ അപേക്ഷ ഇപ്പോഴുള്ളത്. ഇക്കാര്യത്തിൽ CBI അന്വേഷിക്കണം. ഇവരാവശ്യപ്പെടുന്നത് നീതിപൂർവമായ ഒരു അന്വേഷണമാണ്. ഇവരുടെ അനിയത്തി ആത്മഹത്യ ചെയ്തതല്ല, അതിന് പിന്നിൽ മറ്റ് ചിലരുണ്ട്, അതൊരു കൊലപാതകമാണ് എന്ന സംശയം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് CBI അന്വേഷിച്ച് ആ മരണത്തിലെ ദുരൂഹതകൾ കണ്ടെത്തണം, നീക്കണം എന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. 2 വർഷമായിട്ടും ആ ദുരൂഹത നീങ്ങുന്നില്ല. അതാണ് ആ കുടുംബം കടന്നുപോകുന്ന സാഹചര്യം. അതിൽ വ്യക്തത കിട്ടുന്ന ഒരു അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോ പൗരനും സുരക്ഷയൊരുക്കുക എന്നത് ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെയാണ് ലൈംഗിക അതിക്രമത്തിനെതിരെ പരാതിപ്പെടാനിരുന്ന പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പോക്സോ കേസിരയ്ക്ക് സുരക്ഷ ഉറപ്പാക്കാനാകാത്തതും സ്റ്റേറ്റിന്റെ പരാജയമാണ്. മിടുക്കിയായ പെൺകുട്ടിയുടെ വിയോഗം കുടുംബത്തെ ആകെ തളർത്തിയിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് നീതി എന്ന അവരുടെ ആവശ്യത്തിന് ന്യായമുണ്ട്. കുടുംബത്തിന് വിശ്വാസയോഗ്യമായ രീതിയിൽ കേസന്വേഷണം നടന്ന് കാര്യങ്ങൾ വ്യക്തമാകണം. ആ കുട്ടിക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.